നല്ല മൂവിയാണ്, അടിപൊളി മൂവിയാണ്, ഫാമിലി എൻ്റർടൈനറാണ്. ഉർവശി ചേച്ചിൻ്റെയും ജയറാമേട്ടൻ്റെയും കെമിസ്ട്രി അത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. ഉർവശി ചേച്ചി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ സസ്പെൻസ് ത്രില്ലറും കൂടിയാണ്, അതായത് ഫസ്റ്റ് മുതൽ എൻഡ് വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന കുറേ കണ്ടൻസ് ഉണ്ട്. അതാണ് ഏറ്റവും ഒരു മൂവിക്ക് വേണ്ടുന്ന എല്ലാവിധ കണ്ടൻസും അതിനകത്ത് ഇൻക്ലൂഡഡാണ്. അതൊക്കെ ഇതിനകത്ത് റെഫറൻസ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് സത്യം. അത് പക്ഷെ കോമഡി ആക്കിയിട്ടുണ്ട്, അത് നല്ല കോമഡി ആക്കിയിട്ടുണ്ട്. അതിനൊക്കെ എല്ലാവരും നല്ല കൈയടിയും കൊടുത്തിട്ടുണ്ട്. സൂപ്പർ, അടിപൊളി, അവരുടെ കെമിസ്ട്രി അടിപൊളിയാണ് കേട്ടോ. നല്ല കോമഡി നമുക്ക് എന്താ പറയുക, പണ്ടത്തെ ഉർവശിനെ കണക്ട് ആവാൻ പറ്റുന്നുണ്ട്. കൃഷി മോഡലല്ല, ഇതൊരു തമാശ, അതിനകത്തൊരു കോമഡികളൊക്കെ ഉള്ളത് എങ്ങനെ ഇരിക്കും. നമ്മൾ മോഹിനിയാട്ടൊക്കെ പോലെ, മോഹിനിയാട്ടം ഡാർക്കാണല്ലോ പടം, അതുപോലെ അതിനകത്ത് കോമഡി കൂടി മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലീഡിങ് റോളോ ഉർവശി, അടിപൊളി. ഡാർക്ക് കോമഡി മൂവി ആയിട്ടുള്ളൂ, അങ്ങനെ ഒരു സ്റ്റൈലുണ്ടല്ലോ, ഒരു നമ്മുടെ മോഹിനിയാട്ടമൊക്കെ കാണുന്ന പോലെ, മോഹിനിയാട്ടവും നമ്മുടെ കോലമാവ് കോവിലൊക്കെ കാണുന്ന പോലെ ഒരു മോഡല്. ഉർവശി ജയറാം കോമ്പോ അടിപൊളി, ഉർവശി അടിപൊളിയായിട്ടുണ്ട്, ഉഗ്രനായിട്ടുണ്ട് ഉർവശി കൈകാര്യം ചെയ്തിട്ടുണ്ട് റോള്. പിന്നെ അവസാനം മിഷ്കിനാണ് അവസാനം കൈകാര്യം ചെയ്ത്, മിഷ്കിൻ്റെ നല്ല റോള് മിഷ്കിനും കൈകാര്യം ചെയ്തിട്ടുണ്ടോ, കുഴപ്പമില്ല. നല്ലൊരു ഡാർക്ക് കോമഡി ചിത്രം, അടിപൊളി. നല്ല പടമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നൊരു പടമാണ്. പക്ക ഒരു കോമഡി എൻ്റർടൈനറാണ്. പിന്നെ ഒരുപാട് വർഷത്തിന് ശേഷമുള്ള ഉർവശി ജയറാം കോമ്പോ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ഒരുപാട് സിറ്റുവേഷൻ കോമഡി ഉണ്ട്, ഒരു സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിൽ ഒരുപാട് ചിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു ഫിലിമാണ്. ക്രൈം ത്രില്ലറാണോ? ക്രൈം ത്രില്ലർ മോർ ലൈക്ക് ഡ്രാമ. അവർ തന്നെ പറയുന്നുണ്ട്, ഇത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നൊരു ഫിലിമാണ്. ഒരുപാട് സിറ്റുവേഷണൽ കോമഡിയാണ്, ക്രൈമാണ് നടക്കുന്നതെങ്കിൽ പോലും പല സിറ്റുവേഷനിലും അവർ പറയുന്നതിനകത്ത് നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക മാക്സിമം.